ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാധൂസ് വേൾഡ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ റെസിപ്പിയാണ്. കോളിഫ്ലവർ എഗ് മസാല. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് ചൂടാക്കാൻ വയ്ക്കുക. ഇതിലേക്ക് കോളിഫ്ലവർ ചെറിയ പീസാക്കി അരിഞ്ഞിടുക. ഇതിനുള്ളിലെ പ്രാണികളോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കോളിഫ്ലവർ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. ഒന്ന് ചൂടായി വരുമ്പം തന്നെ തീ ഓഫ് ചെയ്യണം. ഇതിന് ശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ചൂടാറിയതിന് ശേഷം ഒരു ചോപ്പറിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ചോപ്പറില്ലെങ്കിൽ കൈ വെച്ച് അരിഞ്ഞെടുത്താലും മതി. ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതുകൂടി ചേർക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. നാലോ അഞ്ചോ വെളുത്തുള്ളി കൂടി ചെറുതായി അരിഞ്ഞ് ചേർക്കണം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഒരു ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് ഇതിൻ്റെ കൂടി ചേർക്കാം. ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ഓപ്ഷണലാണ്. ഇതില്ലാതെ തന്നെ ഇത് ചെയ്തെടുക്കാം. കോളിഫ്ലവറും മുട്ടയും സവാളയും മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റും ക്യാപ്സിക്കവും ഒക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി പിന്നെ നോക്കിയിട്ട് ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. കോളിഫ്ലവറിനുള്ളിൽ തന്നെ ഇത് വേവാനുള്ള വെള്ളമുണ്ട്. ഉള്ളിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ആ വെള്ളത്തിനൊപ്പം തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കോളിഫ്ലവർ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനുള്ളിലെ വെള്ളമൊക്കെ പറ്റി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കോളിഫ്ലവറിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ട ചേർക്കണം. മുട്ട വെന്ത് വരാൻ വേണ്ടിയുള്ള ഓയിൽ ഇതിനകത്ത് ഇല്ലെങ്കിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 മുട്ടയാണ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി യോജിപ്പിക്കണം. മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് വെന്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മുട്ടയും കോളിഫ്ലവറും വെജിറ്റബിൾസും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കോളിഫ്ലവർ എഗ് മസാല തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.